ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ വൈകാനിധി വ്ളോഗ്സ്. ഇന്നിവിടെ പൊരിഞ്ഞ മഴയാണ് കേട്ടോ. മഴയും കാറ്റും ഒക്കെ കൂടിയിട്ട് കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതാ നിധിക്കുട്ടി എഴുന്നേറ്റിട്ട് അതാ ഇരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഇരുട്ടുണ്ട്. അവളതാ നോക്കി ചിരിക്കണമുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ സാമ്പാറിനുള്ള അരപ്പൊക്കെ ഒഴിച്ച് റെഡിയാക്കണുണ്ട് കേട്ടോ. അമ്മ സാമ്പാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാമ്പാറിനുള്ള മറ്റുള്ള വസ്തുക്കളൊക്കെ കൂടി വേവിച്ച് വെച്ചിട്ട് അരപ്പൊഴിക്കാനുള്ള ചെയ്യുക അതിട്ടുണ്ടായിരുന്നു. പിന്നെ വെണ്ടക്കായ അത് അടുപ്പത്തുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ എണ്ണയിലിട്ട് വാട്ടി മൂപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ അതിൽ ഒഴിക്കാറുള്ളൂ കേട്ടോ. കാരണം വെണ്ടക്കായ ആകുമ്പോൾ ഉടയുമല്ലോ, അത് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. പൊരിഞ്ഞ മഴ, കാറ്റാണ്. നല്ല മഴയും കാറ്റും തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ 2 വട്ടം ചായ വെക്കേണ്ടി വന്നു. ഇതിപ്പോൾ പണിക്കാർക്ക് വേണ്ടി ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അപ്പോഴത്തേക്കും കറണ്ടൊക്കെ വന്നു. അപ്പോൾ നമ്മൾ കറണ്ടൊക്കെ വന്ന കാരണം എളുപ്പത്തിൽ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ന്യൂഡിൽസാണ് രാവിലെ ഉണ്ടാക്കിയത്. ചാരുവിന് ക്ലാസ് ഉണ്ടെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ ചാരുവിന് ക്ലാസ് ഇല്ല, അവൾ മടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടി രാവിലെ ഉണ്ടാക്കിയ ന്യൂഡിൽസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊന്നും ഇട്ട് അവൾ കഴിക്കില്ല. അപ്പോൾ പച്ചക്കറിയും കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഇട്ടില്ല, നമ്മൾ വെറുതെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവൾ അത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞായിട്ട് വെള്ളമില്ല, അത് കളഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുക. അതായത് വറുത്തെടുക്കുകയാണ് ചെയ്യുക. കറി വെച്ചാലൊന്നും ചാറ് കഴിക്കില്ല. അത് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് പുരട്ടിയിട്ട് അങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ അവൾക്കത് ഇഷ്ടമാണ് കേട്ടോ. അതെ ഗൈസ്, ഇതേ കുട്ടിയെ കുത്തുന്ന കൊതുകുകളെല്ലാം വല വീശി പിടിച്ച് ഞങ്ങളിതാ അവരെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് കൊന്നു. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് പണിക്കാരുണ്ട് താഴത്ത് എന്നുള്ള കാര്യം. അപ്പോൾ പണിക്കാർക്ക് വേണ്ടി ചായ ഉണ്ടാക്കണത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പുട്ടാണ് കേട്ടോ. അത് ചിരട്ടപ്പുട്ടാണിത്. നമ്മൾ നീണ്ട പുട്ടല്ലേ ഉണ്ടാവുക, അത് ചിരട്ടപ്പുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചിരട്ടയുടെ മോഡലാണ് വരുന്നത്. അപ്പോൾ അതും ഉള്ളിക്കറിയും കൂടിയിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് കേട്ടോ. അതെ, ഇഡ്ഡലി പോലെ ഉണ്ടാവും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ചിരട്ടപ്പുട്ടും ഉള്ളിക്കറിയും കൂടിയിട്ടാണ് ഇന്ന് അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പോണത് കേട്ടോ. ചിരട്ടപ്പുട്ട് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട് അല്ലേ. എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഈ ഭംഗി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാലും പലപ്പോഴും കാണുമ്പോൾ ഒരു ചന്തമാണ്. ഇങ്ങനെ പതിഞ്ഞ പോലത്തെ നല്ല ഭംഗിയുള്ള വെളുത്ത കളർ തേങ്ങയൊക്കെ ഇങ്ങനെ ഇരിക്കണ നല്ല രസത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ. ചാരുവാണെങ്കിലോ ഒന്ന് ക്ലാസ്സിൽ നിന്ന് മടങ്ങി വന്നു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ആഹ്ലാദത്തിലാണ് കേട്ടോ അവൾ നിൽക്കുന്നത്. ഞാനിത് കൊണ്ടുകൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവളും റെഡി ആയിട്ടുണ്ടായിരുന്നു കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ കയ്യിലെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സമയമായിട്ടില്ല, നീ അവിടെ നിൽക്കുന്നിട്ട് നിർത്തി. അപ്പോൾ അത് കയ്യിലിരിക്കുന്ന പെൻസിൽ കണ്ടില്ലേ, ഏതോ ഒരു ഫ്രണ്ടിൻ്റെ പെൻസിൽ അറിയാണ്ട് എടുത്തു കൊടുക്കുന്നത് കേട്ടോ. ഒരു അമർനാഥ് തൊട്ടൊരു ഫ്രണ്ട് ഉണ്ട് അവൾക്ക്. അപ്പോൾ അതറിയാണ്ട് എടുത്തു കൊണ്ടുവന്നതാണ്. ക്ലാസ്സിൽ പോകുന്ന ടൈമിൽ അവൾക്ക് ഫ്രണ്ട്സ് വളരെ കുറവായിരുന്നു കേട്ടോ. ഇപ്പോൾ അവൾക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ദിയ ഫാത്തിമ. അവളെ കിട്ടിയ ശേഷമാണ് ഇവൾക്ക് ഒന്ന് സെറ്റായി വന്നത് ക്ലാസ്സിൽ പോവാനും. അവള് പോയില്ല, ഇന്ന് ക്ലാസ് ഇല്ല അവൾക്കേ. അവൾക്ക് 4 ദിവസം ഇനി ക്ലാസ് ഇല്ല. അംഗൻവാടി അല്ല, ക്ലാസ് തന്നെ. അവര് കറക്റ്റ് ഫോട്ടോ എടുക്കാണ് അവളെ. യൂട്യൂബിൽ കാണാ.
ആറുണ്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണില്ല. കാരണം നമ്മുടെ കയ്യിൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വലവക്കി തന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. റോട്ടിൽ കൂടെ വരുമ്പോഴേ ഇവരുടെ വീഡിയോ നമ്മൾ കൊണ്ടുപോയ ചായയും കാപ്പിയൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് ആഹാരങ്ങളൊക്കെ കൊണ്ടുപോയാലും പലഹാരം കൊണ്ടുപോയാലും നമ്മൾ വെക്കുക. രാവിലെ കൊണ്ടുപോയ വെള്ളം അവിടെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ചാരുവിന് ഒടുക്കത്തെ വെള്ളം ദാഹം. അവിടെ വെള്ളം ഒഴിച്ച് കുടിച്ചു. അല്ലെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ചാരുവിന് ഭയങ്കര ദാഹം കൂടുതലാണ്. അങ്ങനെ വെള്ളം ഒഴിച്ച് കുടിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ പണിക്ക് വരുന്ന ആളുടെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. ആളെ ഞങ്ങൾ വിളിക്കുക കൃഷ്ണൻകുട്ടി മാമ എന്നാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. വന്നുകൊണ്ടിരിക്കുകയാണ്. പുല്ലൊക്കെ ആളോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞളാണ് കേട്ടോ നമ്മളിന്ന് നടന്നത്. ഇത് ഇവിടെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് മുളച്ചതാണ്. ഇതാ കണ്ടോ, എന്താ പറയുക, മഞ്ഞളാണ് വീട്ടിലിരുന്നിട്ട് മഴയത്തിരുന്ന് മുളച്ചുണ്ടായ മഞ്ഞളാണ് കേട്ടോ. വണ്ടിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാ കേട്ടോ ചാരു, മഞ്ഞളാണ് കേട്ടോ. ഈ മഞ്ഞൾ ഇവിടെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. മഞ്ഞൾ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണകുട്ടി മാമ വന്നിരിക്കുന്നത് കേട്ടോ. പശു അവരുടെ പശുവാണ്. അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് പശുവിനെ നിർത്തിയ പുല്ലൊക്കെ പശു കഴിച്ചോളുന്നു. അവൾക്ക് ഇന്ന് ക്ലാസ്സില്ലേ, അവളെ സ്കൂളിൽ പരിപാടി ആയോണ്ടേ. പണിക്കാരുടെ സ്ഥലമാണ് കേട്ടോ. നമ്മളെ പണിക്കാർ ഇവിടെയാണ് ഇതാക്കുക. അതായിരുന്നോ പണിക്കാർ നിൽക്കുന്ന സ്ഥലമാണിത്. ഇത് പണിക്കാർ അതെ അങ്ങനെ നീക്കോ. അതെ കുഞ്ഞു വീട് പോലത്തെ ഒരു സ്ഥലം. ഇതാണ് നമ്മുടെ പണിക്കാരുടെ സ്ഥലം. അവരിട്ട് പോയ ഡ്രസ്സൊക്കെയാണ്. നമ്മൾ കുഞ്ഞു വാഴകളും തെങ്ങും ഒക്കെ നേരത്തെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി പോന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. തെങ്ങ് അതാ നിൽക്കണു. അതുപോലെ വാഴകൾ കുറച്ച് കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ വീണ് കുറച്ചൊക്കെ ചീഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു സൈഡിലേക്കാണ് കേട്ടോ. അങ്ങനെ വീടിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അടുത്തൊരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ കുളം ഇവിടെ അച്ഛനെ ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആയ് ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ടേ. ഇപ്പം നിങ്ങൾ പറയും ഭംഗിയുണ്ടോ നീ. പ്രശ്നമില്ല. ഇപ്പം എല്ലാ ചെക്കന്മാരും താടി വളർത്തി വെളുപ്പിക്കല്ലേ. എടുക്കാത്തോണ്ട് അവൾക്കില്ല. വണ്ടിയിൽ കേറാൻ നോക്കിട്ട് തെച്ചു വന്നതാ. കുളത്തിലാവാങ്ക വെള്ളം നിറഞ്ഞു അല്ലേ. ഇങ്ങനെ കാക്കാപ്പൂ കാണുമ്പോൾ നമ്മൾക്കൊരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഉണ്ടാവില്ലേ. എന്താണല്ലോ ചരുമുണ്ടായിരിക്കോ കാക്കാപ്പൂ കാണുമ്പോൾ നൊസ്റ്റാൾജിക് ഫീൽ നമുക്ക് വരാനുള്ള കാരണം നമ്മൾ പണ്ട് ഇത് ക്യൂടെക്സ് ആയിട്ട് ഇങ്ങനെ കയ്യിൻ്റെ മുകളിലൊക്കെ നഖത്തിൻ്റെ മുകളിലൊക്കെ ഇടുമല്ലേ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മുടെ ചാമുട്ടനാണെങ്കിലോ ഇത് നഖത്തിൻ്റെ മുകളിൽ ഇടണമെന്ന് വലിയ കൊതി. അപ്പോൾ ശരി 2 കാക്കാപ്പൂ നീ പറിച്ചോ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവൾ കാക്കാപ്പൂ ഒക്കെ പറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കാക്കാപ്പൂവൊക്കെ ഒന്ന് കൈമിട്ട് കാണാം. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ചാരു നടന്നുകൊണ്ടിരിക്കുന്നുണ്ടില്ല. അത് തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴി. ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ സ്ഥലത്തു നിന്നാണ് കേട്ടോ ചാരു ബസ് കയറണ സ്ഥലമാണ്. അപ്പോൾ ഒരു പൂച്ച നിൽക്കേണ്ട അവിടെ ചൂണ്ടിക്കാണിച്ചു. ഗോപി വലിയച്ഛൻ്റെ കടയുടെ ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഈ വീടും അവൾ സ്കൂൾ ബസ് കയറുന്ന സ്ഥലവും ഒക്കെ ഉള്ളത്. നമ്മൾ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂട് കൂടിയിട്ട് മീൻകാരൻ വന്നു കേട്ടോ. ഉണക്കമീൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആൾ. ഇവിടെ ഉണക്കമീൻ കച്ചവടത്തിനൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഏത് മീനാണ് വേണ്ടതെന്ന് നമ്മോട് ചോദിക്കുന്നുണ്ട്. അമ്മ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് വേണ്ട കുറച്ച് മീനുകൾ വാങ്ങി. ഒരുപാട് മീൻ ആൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഉണക്കമത്തി, സ്രാവ്, പിന്നെന്താ പറയുക, മുള്ളൻ,
അങ്ങനെ വലിയ സ്രാവ് കുഞ്ഞു കുഞ്ഞു പൊട്ട് സ്രാവുകൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പലതരം മീനുകൾ. അമ്മ അതിൽ കുറച്ച് മീൻ, അതായത് മാന്തളും സ്രാവും പിന്നെ കുട്ടൻ കോര അങ്ങനെ എന്തോ ഒരു മീനും കൂടിയാണ് കേട്ടോ അമ്മ വാങ്ങിയത്. അമ്മ ഓരോ മീനും കുറച്ചായിട്ടാണ് വാങ്ങിയത്, വേറെ വേറെ വാങ്ങി. ഇടയ്ക്കാണ് ആൾ ഇതിൽ കൂടെ വരുള്ളൂല. അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എന്നും വീട്ടിൽ മീൻ വേണമെന്ന് അച്ഛന് നിർബന്ധമുണ്ട്. പച്ച വേണമെന്നില്ല, ഉണക്കലായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം മീൻ വാങ്ങൂട്ടോ. അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അത് പറയാൻ ഞാൻ എപ്പോഴും മറക്കും.